സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും ഉൾപ്പെട്ട ലഹരിമരുന്ന് കേസിൽ പ്രശസ്ത ഛായാഗ്രാഹകനും സംവിധായകനുമായ സമീർ താഹിറിനെയും പ്രതിചേർത്തു. സമീർ താഹിറിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്ളാറ്റിൽ നിന്നാണ് ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയത്. 2025 ഏപ്രിൽ 27 പുലർച്ചെ കൊച്ചി മറൈൻ ഡ്രൈവിന് സമീപമുള്ള ആഡംബര ഫ്ളാറ്റിൽ എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് സംവിധായകരായ ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ, സുഹൃത്ത് ഷാലിഫ് മുഹമ്മദ് എന്നിവരെ 1.63 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായി പിടികൂടിയത്. മൂവരെയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു. സംഭവം നടന്ന ഫ്ളാറ്റ് സമീർ താഹിറിന്റെ പേരിൽ വാടകയ്ക്കെടുത്തതാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് എക്സൈസ് സംഘം അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. എന്നാൽ ഫ്ളാറ്റ് സിനിമാ സംബന്ധമായ ചർച്ചകൾക്കായാണ് ഉപയോഗിച്ചിരുന്നതെന്നും അവിടെ ലഹരി ഉപയോഗം നടക്കുന്നതിനെക്കുറിച്ച് തനിക്ക് അറിവില്ലായിരുന്നുവെന്നുമാണ് സമീർ താഹിർ എക്സൈസിന് മൊഴി നൽകിയത്. ലഹരി ഉപയോഗം സമീറിന്റെ അറിവോടെയായിരുന്നുവെന്ന് വ്യക്തമാക്കിയാണ് എക്സൈസ് ഇപ്പോൾ നടപടി സ്വീകരിച്ചത്. സംഭവത്തെ തുടർന്ന് ഫ്ളാറ്റ് അസോസിയേഷൻ സമീർ താഹിറിനോട് ഫ്ളാറ്റ് ഒഴിയണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകി. ലഹരിമരുന്ന് പിടിച്ചെടുത്ത സംഭവം അസോസിയേഷന് നാണക്കേടുണ്ടാക്കിയെന്നും ഇത് നടക്കുന്ന സംഭവമാണെന്നും അവർ കത്തിൽ വ്യക്തമാക്കി. കൂടാതെ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയെയും സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തൂ. സബ്സ്ക്രൈബ് ചെയ്യൂ ബബിൾകം മീഡിയ.